ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈവായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ ഈ ചർച്ച, ഈ പറയുന്ന പ്രസ് മീറ്റ്, ഇത് ലൈവായിട്ട് അവിടെ യൂട്യൂബിൽ നമ്മൾ എസെൻസിന്റെ തന്നെ ചാനൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ വന്നിരിക്കുന്ന ഒരു കമന്റ് എനിക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവനെ നമ്മൾ തീർക്കും, ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതുപോലെ പച്ചയ്ക്ക് വധഭീഷണി മുഴക്ക് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ കമന്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കാം. യൂട്യൂബിൽ ഇപ്പൊ നമ്മുടെ ഈ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള എന്തൊക്കെ കമന്റുകൾ വന്നിട്ടുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ ഇടാം. എത്ര എനിക്ക് വേണമെങ്കിൽ 100 ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് 100 കമന്റുകൾ ഇടാം. എന്നിട്ട് അത്തരത്തിലുള്ള കമന്റ്, എന്നിട്ട് ആ കമന്റ് നമുക്ക് നോക്കാം, ഇതാണ് ആ കമന്റ് എന്ന് പറയുന്നത്. ഈ ആലോചിച്ച് നോക്കണം, ഒരു പത്രസമ്മേളനത്തിൽ ആധികാരികമായി പറഞ്ഞിട്ടുള്ള കമന്റാണ് നിങ്ങൾ കാണുന്നത്. അന്ത്രുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഐഡി. ആ ഫേക്ക് ഐഡിയിൽ ഇവനെ നമ്മൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. ഈ കമന്റ് ആണ് ഒരു വലിയൊരു എവിഡൻസ് ആയിക്കൊണ്ട് വായിക്കുന്നത്. ഈ ഐഡിയ എടുത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഏതാനും 10ൽ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല പുതുതായി ഒരുത്തൻ ഉണ്ടാക്കിയിട്ടുള്ള ഐഡിയ ആണ്. എന്നിട്ട് പുതുതായി ഇവർ തന്നെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ കമന്റുകൾ ഇടുക, എന്നിട്ട് ഇതാണ് വധഭീഷണി ഉണ്ട് എന്നുള്ളതിനെ തെളിവായിക്കൊണ്ട് ഉന്നയിക്കുന്നത്. അത്രമേൽ നാണം കെട്ട ഏർപ്പാടിലേക്ക് എത്താൻ, ഇങ്ങനെ സ്വയം പിന്നെ എന്താണ് പരിഹാസ്യരാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്താണ്? ഇവര് തന്നെ മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പണി കൊടുക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയം, അത് അവർ തന്നെ അതിന്റെ ചളിപ്പ് മാറ്റാൻ വേണ്ടി കൂടുതൽ പരിഹാസ്യരാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.